ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിതങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നതാ. കാരണം ഉമർ എന്നവർ ആചാനുബാഹുവായ മനുഷ്യനാണ്. ഉമർ എന്നവരുടെ വാപ്പമാർ മക്കയിലെ ജഡ്ജിമാരാണ്. അവര് ജുഡീഷ്യറിയാണ്. ഉമർ തങ്ങളുടെ കുടുംബം തന്നെ ജഡ്ജിമാരുടെ കുടുംബമാണ്. അപ്പോൾ ആർക്കൊന്നും പറയാനില്ല. അവരല്ലേ ജഡ്ജ്. അവർ കൊന്നാലും കുഴിച്ചിട്ടാലും ആരെന്ത് പറയാനാ? മക്കയിലെ ജഡ്ജിമാരാണ്. ഹബീബായ നബിതങ്ങളെ കൊല്ലാൻ വേണ്ടി തൻ്റെ കുതിരപ്പുറത്ത് നടക്കുമ്പോഴാണ് ഒരാൾ ചോദിക്കുന്നത്, ഉമറേ എങ്ങോട്ടാണ്? ഞാൻ ഈ പുതിയ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി പോവാൻ. അതെയോ? പ്രവാചകനെ കൊല്ലുന്നതിൻ്റെ മുമ്പ് ആ പ്രവാചകന്റെ മതം സ്വീകരിച്ച് നിന്റെ പെങ്ങളെ ഒന്ന് നന്നാക്കിയിട്ട് പോരെ. എന്റെ പെങ്ങളോ? ഫാത്തിമ ബിൻതുൽ ഖത്താബ്. ഫാത്തിമ ബിൻതുൽ ഖത്താബ്. ഉമർ എന്നവരുടെ പെങ്ങളുടെ പേരും ഫാത്തിമയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മോളെ പേരും ഫാത്തിമയാണ്. ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹയുണ്ട്. ഫാത്തിമ ബിൻ ഖത്താബ്, ഖത്താബിന്റെ മകൾ ഫാത്തിമ. ഉമർ എന്നവർക്കൊരു സഹോദരനുണ്ട്, സെയ്ദ് ബിൻ ഖത്താബ്. യമാമ യുദ്ധത്തിലെ ഷഹീദാണ് സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മൾ അധികം കേൾക്കാറില്ല. ഫാത്തിമ എന്ന ഉമർ എന്നവരുടെ പെങ്ങള് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഉമർ എന്നവർ അറിയുന്നത് നബിയെ കൊല്ലാൻ വേണ്ടി പോകുന്ന യാത്രയിലാണ്. നേരെ തിരിച്ചു പെങ്ങളുടെ വീട്ടിലേക്ക്. പെങ്ങളുടെ ഭർത്താവ് ഉമർ എന്നവരുടെ അളിയൻ ആരാന്നറിയോ? ആരാണ് പെങ്ങളുടെ ഭർത്താവ് എന്നറിയോ? സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അശറത്തുൽ മുബശ്ശരീൻ, സ്വർഗത്തിലേക്ക് പോകുന്ന 10 പേരുടെ പേര് പറഞ്ഞതിൽ ഒരു പേര് ഉമർ എന്നവരുടെ അളിയന്റെ പേരാണ്, സഈദ് ഇബ്നു സയ്യിദ്. ഇതാണ് സഈദ് എന്ന് പറഞ്ഞാൽ സഅദ് ഇബ്നു അബീ വഖാസ്. സഈദ് എന്ന് പറഞ്ഞാൽ സഈദ് ഇബ്നു സയ്യിദ്, ഉമർ എന്നവരുടെ പെങ്ങളുടെ ഭർത്താവ്. സഈദിൻ സുബൈർ ഇബ്നുൽ അവ്വാം. ആരാ സുബൈർ ഇബ്നുൽ അവ്വാം? സിദ്ദീഖ് എന്നവരുടെ പുതിയാപ്പിളയാ, അസ്മാ ബീവിന്റെ ഭർത്താവ്. സുബൈർ ഇബ്നുൽ അവ്വാം, സഈദിൻ സുബൈർ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ്. ഉഹുദിൽ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി മദിൽ തീർത്ത സുഹാബിയാണ് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു. ഉഹദിന്റെ എല്ലാ കൂലിയും ത്വൽഹ കൊണ്ടുപോയി എന്ന് നബി തങ്ങൾ പറയുമായിരുന്നു. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ്. സഈദിൻ സുബൈരിൻ ത്വൽഹത്തിൻ വഅബീ ഉബൈദത്തിൻ. അബീ ഉബൈദ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു വബിൻ ഔഫ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. പിന്നെ 4 ഖലീഫമാർ, സിദ്ദീഖ് എന്നവർ, ഉമർ എന്നവർ, ഉസ്മാൻ എന്നവർ, അലിയാർ, അങ്ങനെ 10 പേര്. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവും ഭാര്യയായ ഫാത്തിമ ബിൻതുൽ ഖത്താബ് റളിയല്ലാഹു അൻഹ, അവര് ഖുർആൻ പഠിക്കുന്ന ഒരു ഖുർആൻ ട്യൂറ്റർ അവിടെ വന്നിട്ടുണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദ്. അത് മറ്റാരുമല്ല, ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു. ഇവര് 3 പേരും ഖുർആൻ പഠിക്കുമ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് വാളുമായിട്ട് വരുന്നത്. ആ വരുന്ന വരവ് കണ്ടപ്പോഴേ ഉസ്താദ് ഓടി. ഖബ്ബാബ് തങ്ങളോ ഒരൊറ്റ ഓട്ടം. ഉമർ എന്നവർ വരുന്നുണ്ട്, സംഗതി പെശകാണ്. ഭർത്താവും ഓടി. സഈദ് ഇബ്നു സയ്യിദ് എന്നവര് വീടിന്റെ പുറകിൽ പോയി ഒളിച്ചിരുന്നു. പിന്നെ പെങ്ങളാണ്, പെങ്ങളുടെ വീടല്ലേ, എന്ത് ചെയ്യാനാ, ആങ്ങളെ വരുന്നത്. നേരെ വന്നു, ഫാത്തിമ ഫാത്തിമ നീ നമ്മുടെ മതം വിട്ട് പോയിട്ടുണ്ടോ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അസ്ലംതു, ഞാൻ മുസ്ലിമത്താൻ. ഒരൊറ്റടി അടിച്ചു ഉമർ എന്നവർ മുഖത്ത്. വല്ലാത്ത ആഴമുള്ള വേദനയുള്ള ശക്തമായ അടി. ആ അടിയിൽ ഫാത്തിമയുടെ റളിയല്ലാഹു അൻഹയുടെ, നബിൻ്റെ മോളല്ല, ഉമർ എന്നവരുടെ പെങ്ങളായ ഫാത്തിമ, അവരുടെ മുഖത്തൊരു പൊട്ട് വന്നു. ചോര ഒലിച്ചു കവിളിലൂടെ. ചോര എങ്ങനെ ഒലിക്കാണ്? ചോര കണ്ടപ്പോൾ ഉമർ എന്നവർ പേടിച്ചു. പെങ്ങളല്ലേ, ആങ്ങളെയും പെങ്ങളും എന്ന ബന്ധം, ആ ഒരു ശുഊർ, ആ ഒരു ബന്ധം ഉമർ എന്നവരുടെ മനസ്സിലേക്ക് കയറി വന്നു. ഉമർ എന്നവർ ഇമോഷണലായി. എൻ്റെ പെങ്ങളെ ഞാൻ ഇത്രത്തോളം ദ്രോഹിച്ചോ എന്ന് ഉമർ എന്നവർക്ക് സങ്കടമായി. പെങ്ങളുടെ മുഖത്ത് നിന്ന് ചോരയുടെ പാടുകൾ ഇങ്ങനെ ഉമർ എന്നവർ കൈകൊണ്ട് തടവി കൊടുത്തിട്ട്, പെങ്ങളെ
എനിക്ക് ദേഷ്യം വന്നപ്പോൾ സംഭവിച്ചതാണ്, മാപ്പാക്കണേ. ഇത് പറഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് തോന്നി ഉമർ എന്നവരുടെ മനസ്സ് പാകമായിട്ടുണ്ട്. ദേഷ്യം വരുമ്പോൾ ഒരു മനുഷ്യന് ഹഖീഖത്തുകൾ കാണാൻ കഴിയില്ല, യാഥാർത്ഥ്യം കാണാൻ കഴിയില്ല. ഉമർ എന്നവരുടെ ആ ദേഷ്യം അടങ്ങുകയും ഉമർ എന്നവർ ഇമോഷണലായി ചിന്തിക്കുകയും ചെയ്തപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉമറേ, ഞങ്ങൾ ഓതിയിരുന്ന ഗ്രന്ഥം നീ വേണമെന്ന് ചോദിച്ചില്ലേ? അതെനിക്ക് തരാൻ പറ്റാത്തത് കൊണ്ടാണ്. നീ ശുദ്ധിയായിട്ട് വന്നാൽ നിന്റെ കയ്യിൽ ഞാൻ തരാം. സ്വന്തം പെങ്ങളുടെ ചോര കണ്ട് മനസ്സിനുള്ളിൽ സ്നേഹവും ആർദ്രതയും തിരിച്ചു വന്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹു കുളിച്ചു വരികയും കൂടെ ചെയ്തപ്പോഴേ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബിൻതുൽ ഖത്താബ്, അവർ പഠിച്ചിരുന്ന ഖുർആൻ എഴുതി വെച്ച തോൽ കഷ്ണം ഉമർ എന്നവരുടെ കയ്യിൽ കൊടുത്തു, വായിച്ചോ, ഇതാണ് ഖുർആൻ, സൂറത്ത് ത്വാഹയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ മാ ഹാദാ ഖൗലുൽ ബശർ. പെങ്ങളെ ഫാത്തിമ, ഇതൊരു മനുഷ്യന് പറയാൻ കഴിയുന്ന വാക്കുകളല്ലല്ലോ, ഇതൊരു മനുഷ്യന്റെ വാക്കുകളല്ല, ഇത് മനുഷ്യർക്ക് പറയാൻ കഴിയില്ല. കവിത എന്താണെന്ന് എനിക്കറിയാം, ജ്യോത്സ്യന്റെ വാക്കുകളും എനിക്കറിയാം. ഇത് രണ്ടും രണ്ടാണ്. ഈ വാക്കുകൾ മനുഷ്യൻ്റെതല്ല. എനിക്കും നിന്റെ മതത്തിൽ ചേരണം, എനിക്കും മുസ്ലിമാവണം. അങ്ങനെ ഹബീബിന്റെ മുമ്പിലേക്ക് പോയ ആളാ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഖുർആൻ കേട്ടതാണ്. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അതല്ലെങ്കിൽ അംറു ബിൻ ഹിശാമിനെ പോലെ ഒരാളെ ഇസ്ലാമിലേക്ക് ലഭിക്കണേ എന്ന് നബി തങ്ങൾ അല്ലാഹുവിനോട് ദുആയിരക്കുമായിരുന്നു. അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാം ബി അഹദിൽ ഉമറൈൻ. രണ്ടാലൊരു ഉമറിനെ കൊണ്ട്, ഒന്നുകിൽ അംറു ബിൻ ഹിശാം അല്ലെങ്കിൽ ഉമർ ബിൻ ഖത്താബ്. കിട്ടിയത് ഉമർ തങ്ങളെയാണ് റളിയല്ലാഹു അൻഹു. ഹിദായത്ത് വലിയ അത്ഭുതമുള്ള വിഷയമാണ്. ചില ആളുകൾക്ക് അത് കിട്ടുന്നത് സ്പാർക്ക് മതി. ഒരു ചെറിയൊരു വഅദ് മതിയാവും, ഒരു പ്രഭാഷണം മതിയാവും, ഒരു ചെറിയൊരു യൂട്യൂബിന്റെ ശകലം കേട്ടത് മതിയാവും, ഒരു സാരോപദേശം, ഒരു ആലിമിനെ കണ്ടത് മതിയാവും, ഒരു നല്ല മനുഷ്യന്റെ സാരോപദേശം മതിയാവും. അല്ലെങ്കിൽ ഒരു സ്വപ്നദർശനമായിരിക്കും. കാരണം അള്ളാഹു ചില സ്വപ്നങ്ങൾ കൊടുക്കും. ചില ആളുകൾക്കത് രോഗമായിരിക്കും, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതായിരിക്കും. കാരണം ഓർമ്മയുണ്ടോ, കൊറോണയിലൊക്കെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കൃത്രിമ ഓക്സിജൻ കൊടുത്ത് മാസങ്ങളോളം വെന്റിലേറ്ററിൽ കിടന്നിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളുകളില്ലേ? മറന്നുപോയോ? കൊറോണയ്ക്ക് എത്ര ആളാ പേടിച്ചിട്ട് മരിച്ചു പോയത്. എന്തായിരുന്നു അല്ലേ? യാ അല്ലാഹ്, വല്ലാത്തൊരു കാലം. ആരാ പച്ചയായ മനുഷ്യൻ, ആരെയാണ് പൈസയെ സ്നേഹിക്കുന്നത് എന്നൊക്കെ തിരിച്ചു തരാൻ അള്ളാഹു ഉണ്ടാക്കിയൊരു പണിയായിരുന്നു അത്. സ്വന്തം ഉടപ്പുറപ്പിനെ വീട്ടിലേക്ക് കയറ്റിയിട്ടില്ല, സ്വന്തം ഭർത്താവിനെ. അല്ലേ? എത്ര ആൾക്കാർ, എത്ര കഥ ഉണ്ടങ്ങനെ. ഇങ്ങോട്ട് വരണ്ടട്ടോ, ജലദോഷം പിടിച്ചതാ, പേടിപ്പിച്ചിട്ടേ. എന്താണെങ്കിലും മരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിച്ചൂടെ, നിങ്ങളിങ്ങോട്ട് വരിൻ എന്ന് പറയേണ്ട പെണ്ണ് പറയാ, എൻ്റെ പരിസരത്ത് വരലിട്ടോ. എന്നിട്ട് നായക്ക് ഭക്ഷണം കൊടുക്കണ പോലെ എത്തിച്ചു കൊടുക്കുക. അത് കാണാതിരിക്കാൻ കർട്ടട്ടുക, കണ്ടിട്ടെങ്ങാനും കൊറോണ വന്നാലോ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കണത്. അള്ളാഹു ആ ഒരു മഹാദുരന്തത്തിൽ മരിച്ചുപോയ നമ്മുടെ സഹോദരിമാർ, നമ്മുടെ സഹോദരങ്ങൾ, വല്യപ്പമാർ, ഉപ്പമാർ, ചെറുപ്പക്കാർ, അള്ളാഹു നീ അവർക്കൊക്കെ സ്വർഗം കൊടുക്കണേ പടച്ചവനെ, സ്വർഗം കൊടുക്കണേ റബ്ബേ, സ്വർഗം കൊടുക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, ഹക്കും ബാത്തിലും അള്ളാഹു വേർതിരിക്കുന്ന ചില രീതികളുണ്ട്. ജീവിതത്തിലേക്ക് അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാകും. ചില ആക്സിഡൻറ്റുകൾ അങ്ങനെയാണ്. വണ്ടി മറിഞ്ഞ് 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 ആ വാഹനം ടോട്ടൽ ലോസ് ആയിരിക്കും, വണ്ടി ഉപയോഗിക്കാൻ പറ്റൂല. പക്ഷെ എൻ്റെ ഉള്ളിൽ ആള് ഒരു കുഴപ്പമില്ലാണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. യാ അല്ലാഹ്, മരണത്തിൽ നിന്ന്, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോലെ പോകുന്നത് പോലെയല്ലേ അത്? ചില ആളുകൾക്ക് അതായിരിക്കും ജീവിതത്തിലേക്ക് തിരിച്ച്. ഇനിക്ക് നിസ്കരിക്കണം. വീട്ടിലെ ഉമ്മയോ വാപ്പയോ മരിച്ചത് മുതൽ നിസ്കാരം തുടങ്ങുന്ന എത്ര ആൾക്കാരുണ്ടെന്നാ? അതുവരെ നിസ്കരിക്കൂല, യാസീൻ ഓതിയിട്ടുണ്ടാവില്ല, ഉമ്മാക്കുപ്പാക്ക് വേണ്ടി ഒരു നന്മ ചെയ്തിട്ടുണ്ടാവില്ല. ആ വീട്ടിലൊരു മരണം നടക്കുമ്പോൾ അപ്പം എഴുന്നേൽക്കും, പടച്ചവനെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലേ, ഇതെനിക്കും വരുമല്ലേ, ഞാനും മരിക്കുമല്ലേ, എന്നാൽ എനിക്ക് നന്നാവണം. നോക്കണം, ഹുദല്ലിന്നാസ്, ഇത് ജനങ്ങൾക്ക് സന്മാർഗ ദർശനമാണ്. ആ ദർശനത്തിന്റെ പൂന്തോട്ടം തുറന്നു വെച്ച് ഖുർആൻ കാത്തിരിക്കുകയാണ്. കയറി വരുന്നുണ്ടോ?
وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم. അതുകൊണ്ട് റമദാനിനെ വരവേൽക്കുമ്പോൾ റമദാൻ നമ്മളെ സ്വീകരിക്കാനുള്ള പരുവത്തിലായിരിക്കണം. നമ്മൾ റമദാനിനെ സ്വീകരിക്കുന്ന നമ്മളെ, റമദാനോട് അഹ്ലൻ എന്ന് പറയുന്ന നമ്മളെ റമദാനിനെ ഇഷ്ടപ്പെടണം. അതിന് നമ്മളിൽ മുഅ്മിനീങ്ങളുടെ സജ്ജനങ്ങളുടെ സ്വഭാവം ഉണ്ടാവണം. അല്ലാഹു നമ്മുടെ ഖൽബുകളെ ശുദ്ധിയാക്കി തരട്ടെ, നമ്മുടെ സ്വഭാവങ്ങളെ നന്നാക്കി തരട്ടെ, നമ്മുടെ പ്രശ്നങ്ങളെ റബ്ബ് പരിഹരിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി വീട്ടിൽ തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കള്ളൻ വീട്ടിൽ കയറുന്നത്. മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി തആല അലൈഹി അൽ മുഹദ്ദിസുർ റബ്ബാനി വൽ ആലിമു സ്വമദാനി, അല്ലാഹുവിൻ്റെ ദീനിൻ്റെ വലിയൊരു ആലിമാൻ, ഹദീസ് പണ്ഡിതനാണ്, വലിയ സൂഫി വര്യനായിരുന്ന മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി വീട്ടിലേക്ക് രാത്രി തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. അപ്പം അന്ന് നമ്മുടെ വീടുകളിലെ പോലെ വാതിലുകളൊന്നും അത്ര സ്ട്രോങ് അല്ല, ചാരി വെക്കുകയേ ചെയ്യുള്ളൂ, ആരും കയറും. ഒരു കള്ളൻ കയറിയിട്ട് മഹാനവറുകൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കള്ളന് ധൈര്യമായി, നിസ്കരിക്കുമ്പോൾ എന്താണ് നിസ്കാരം മുറിക്കൂലല്ലോ, ഇവരെ കൂളായിട്ട് ഇങ്ങനെ അലമാരൊക്കെ തപ്പിയിട്ട് ഒരു സാധനം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സലാം വീട്ടിയതോ അറിഞ്ഞതുമില്ല. ഇമാമല്ല സലാം വീട്ടി, അല്ല ഒന്നും കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഒന്നും കിട്ടിയില്ല. ദുന്യാവ് എന്തായാലും കിട്ടിയില്ല, ആഖിറത്തിൻ്റെ കാര്യത്തിലുള്ള താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കള്ളനെ നാണം കൊണ്ട് എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു, പോയി ഒതുകൊടുത്തു വാ, ഞാൻ നിസ്കരിക്കാൻ പഠിപ്പിച്ചരാന്ന് പറഞ്ഞു. അങ്ങനെ ആ കള്ളനെ കൊണ്ട് ഒതുകൊടുപ്പിച്ചു. അവൻ ഒതുകൊടുത്തു, 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിപ്പിച്ചു മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി തആല അലൈഹി. അവിടെ മുതൽ ആ മനുഷ്യൻ നന്നായി. സുബഹിക്ക് 2 ആളും കൈപിടിച്ചു, കക്കാൻ വന്ന കള്ളനായത്. അങ്ങനെ ആളുകൾ ചോദിച്ചു, മാലിക് ഇബ്നു ദീനാർ ഇത് ആരാന്ന് ചോദിച്ചു. സറഖന ഫസറഖന, മൂപ്പർ ഇന്നെ കക്കാൻ വന്ന, ഞാൻ മൂപ്പരെ കട്ടു എന്ന് പറഞ്ഞു മാലിക് ഇബ്നു ദീനാർ തങ്ങൾ. അങ്ങനെ നന്നായൊരു മനുഷ്യനുണ്ട്, സുബ്ഹാനല്ലാഹ്. അതുവരെ നിസ്കരിച്ചിട്ടില്ല, വുളു എടുത്ത് നിസ്കരിച്ചപ്പോഴാണ് റബ്ബേ നിസ്കാരത്തിന് ഇത്രത്തോളം മധുരമുണ്ടോ എന്നറിയുന്നത്. യാ അല്ലാഹ്, എന്നെ മോഷ്ടിക്കാൻ വന്നതാ, ഞാൻ അവനെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞു മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി തആല അലൈഹി.